വന്നടാ വന്നാ അപ്പൊ പറയുന്നത് അയ്യേ നീയത് വലിയ സ്പീവറാവുന്ന അറിയത് മൊട്ട കണ്ടതൊന്നും വേണ്ട. എടാ അപ്പൊ ഞാൻ ഇന്ന് മുതല് ചിരിക്കലാണ് എന്താ എടാ അപ്പൊ ഗൈസ് അപ്പൊ ഇന്ന് മുതൽ ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാന്ന്. മമ്മു മാറി എടാ ഫുഡാണ് എടാ മമ്മു മാറി. ഇനി മമ്മതായിട്ട് ജീവിക്കാനുള്ള ഒരു കളിയാക്കല്ല കൊഴപ്പില്ല. ഞാൻ ഇപ്പൊ മുട്ടലിൽ അടിച്ച് അടിപൊളിയാണ്. ഇതാ ഇനിയിപ്പോ കുറച്ചും കൂടി ചിരണ്ടാനല്ലുണ്ട്, മൊത്തം ഒന്ന് ചിരണ്ടാനല്ലുണ്ട്. അപ്പൊ എത്തിയാ ഷോപ്പ് എത്തിയാ? ഡ്രൈവറെ കുറച്ച് സ്പീഡിൽ വിടും. എടാ എടാ ഞാൻ ഒരു കാര്യം വേണ്ട. ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല ഞാൻ ഈ ഒരു നിലയിൽ എത്തുമെന്ന്. ഞാൻ ഒരിക്കലും നീ വിട്ടാടുക്ക ഒരു മിനിറ്റ് സൗണ്ട് അങ്ങനെല്ലാം കേട്ടാ മതി. ലൈവ് ചെയ്യുമ്പോ കുറച്ച് കാര്യങ്ങളുണ്ട് മമ്മു. മൈക്ക് കുത്തണം ഫോണില്, അതറിയോ? അപ്പൊ അതെല്ലാം ചെയ്യണ്ട ഞാനാ. പിന്നെ നീ എല്ലാം ഞാൻ എല്ലാം ചെയ്തു തരണോ? ഓക്കെ ഇത് ഞാനില്ല, ഇനി നീയായി നിന്റെ ലൈവായി. ഓക്കെ ഞാനില്ല, ഞാൻ പോകുന്നു. എവിടെ പോന്ന്? വീട്ടില് കുറച്ച് ബാക്കോടായിട്ട് പിടിക്കും. എന്താടാ എന്റെ മുകളിൽ ഇങ്ങനെ അയിപ്പൊന്നും ചെയ്യാനില്ല. പോയി കേറ്, നമ്മള് പോയിട്ട് തരാം. അപ്പൊ ശരി, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ലൈവ് ചെയ്ത് വലിയ നിലയിലെത്തണം. ഓക്കെ അപ്പൊ എന്റെ പരം വരുന്നില്ലേ? ഇല്ല, അത് പോയി ചെയ്തിട്ട്. അപ്പൊ ഗൈസ് ബൈ, ഞാൻ പോയിട്ട് തരാം. മമ്മു ലൈവ് ചെയ്യുന്നു, മമ്മുന്റെ ഫസ്റ്റ് ലൈവാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ ബൈ. ശരി. എടാ ശരിക്കും പറഞ്ഞ നമുക്ക് നാണെല്ലാം ഉണ്ട്. അത് മുടിയ വരേണ്ടത്, മുടിയെല്ലാം മുറിക്കണം. ഭയങ്കര നാണെല്ലാം ഉണ്ട്. ഇല്ല എടാ ഫോൺ എന്റെ ഇതോടുന്നു. എടാ ശരിക്കും പറ, മുട്ടയടിച്ച് രസമുണ്ടോ? മുട്ടയടിച്ച് രസമുണ്ടോ? മുട്ടയടിച്ച് രസമുണ്ടോ? എടാ ഇത് കമന്റ് ചെയ്ത് എങ്ങനെ വായിക്കും? ഇത് വായിച്ചോ? എന്റെ ഫോണിന്ന് വായിക്കാൻ പറ്റില്ല. നീ കളിക്കുന്നത്. ഇനി നീ ഞാൻ പറയുന്ന പോലെ കൊള്ളാം. എടാ എങ്ങനെ മുടി എങ്ങനെ എടാ എല്ലാരും കൊള്ളാന്ന് പറയും. ഇനി ഇവിടുന്ന് കുറച്ച് ഷേപ്പ് ചെയ്യാണ്ട് മുടി. ആളില്ല, ടൈം കൊടുക്കോ? അവിടെ ഈടിയും പോസ്റ്റാന്ന്. ടൈം കൊടുക്കുമ്പോ എത്ര ടൈം കൊടുക്കും? അരമണിക്കൂർ. എന്താ ചെയ്യാ? എടാ ഇല്ല. ശരിക്കും നല്ലൊരു രസമുണ്ടല്ലേ? എടാ എനിക്ക് ചാറ്റ് വായിക്കണ്ടേ? വേറൊരു കാര്യണ്ട്. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. അപ്പൊ മലയാളത്തിലാണ് ടൈപ്പ്. ഇതെന്താണ്?
കൊള്ളാം കൊള്ളാം. ഓക്കെ, താങ്ക് യു താങ്ക് യു. മുട്ട മമ്മു എടാ. ഓക്കെ, മുട്ട മമ്മു മുട്ട മമ്മു. എടാ മുട്ട മമ്മു എന്ന് വിളിക്കണ്ട, മമ്മദ് എന്ന് വിളിച്ചാ. ഞാൻ പറഞ്ഞില്ല, എന്റെ പേര് ഞാൻ മാറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ എന്നെ മമ്മൂന്ന് തന്നെ വിളിക്കണ്ട, മമ്മദ് എന്ന് വിളിച്ചോ. ഓക്കെ, മുട്ട മമ്മൂന്ന് എന്നാ, മമ്മദ് മുട്ടാന്ന് എന്തെങ്കിലും വിളി, മമ്മൂന്നൊന്നും ഇല്ല. അതാരാ? എന്താടാ എല്ലാരും മുട്ടിയും മൊത്തം സ്പാൻ ചെയ്യുന്ന. മമ്മു, മുട്ട മമ്മു, പുച്ചി മമ്മോ. ആ ഓക്കെ. എടാ ഞാനെന്താ ഇനി ചെയ്യാ? ഞാൻ അക്കാണെങ്കില് ഗെയിം കളിക്കാൻ അറിയില്ല, അനക്കാണെങ്കിൽ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ അനക്കാ അങ്ങനത്തെ ഇതെല്ലാം എനിക്ക് അറിയും. വേറെന്താ എനിക്ക്? ഞാൻ എന്താ ചെയ്യണ്ട നിങ്ങള് മുമ്പില്? അത് ചെയ്യേണ്ടത് നിങ്ങൾ പറ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇങ്ങനെ തന്നെ വന്ന് ലൈവ് ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഗെയിം കളിക്കണം. എന്ത് ഗെയിം? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറ. ഇവിടെ അരമണിക്കൂർ വെയിറ്റിംഗ് ആണ്, അതാണ് എനിക്കിത്, വേറൊന്നുമില്ല. ഡിസ്കോഡ് ഞാനാ. ഡിസ്കോഡ് GT. ഇവിടെ പൊന്നു മോനെ, എനിക്ക് മിനിമം വരെ കളിക്കാൻ അറിയാം. എനിക്ക് നീയാണ് GT5 എല്ലാം കളിക്കാൻ പറയുന്നു. തൊപ്പിയതല്ല. ആ ശരിക്കും എൻ്റെ ഒരു ഇതായല്ലേ. ഞാൻ തന്നെ സ്വന്തമായിട്ട് ലൈവെല്ലാം തുടങ്ങി. ഇനിയിപ്പോൾ എൻ്റെ ലൈവിൽ പോണാ ഇങ്ങള് പറ എന്താന്ന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി ഞാൻ എന്നെ സ്വന്തമായിട്ട് എല്ലാ ദിവസവും വന്നാൽ മതിയോ? ഫ്രീ ഫയർ എനിക്കൊന്നും എടാ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മിനി മിലിറ്റി പോലും എനിക്ക് കളിക്കാൻ അറിയില്ല. പിന്നെന്താണ് ഞാൻ ഇങ്ങനെ ഫ്രീ ഫയറിലും കളിക്കാ? തൊപ്പിയെ പോയി തല്ലാനാ എന്ത്? ആ പിന്നെ ഉള്ളത് മോനെ പെസ് ഞാൻ കളിക്കും. ആ അത് വേറെ കാര്യം. പെസ്സും മറ്റേ GT എന്താ സംഭവം? ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇതാക്കുന്നില്ലേ? ആ അതെല്ലാം എനിക്കറിയാം. ഒന്നാമെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഒന്നും ഉപയോഗിക്കാൻ അറിയില്ലടാ, അതാണ്. അതെല്ലാം പഠിക്കും തോന്നല്ലേ നമ്മള്. ആ മുട്ട ഇനി ഷേവ് ചെയ്യാൻ പറ്റും ഇതിനെ മേലെ. ആ റിമ്മി മൊത്തം മുട്ട പോലെ ഇത് മൊത്തം ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? ഒരു മുട്ട വെളുത്ത പോലെ അങ്ങനെ മതി. ലൊട്ടൊക്കെ കയറാൻ പറയുന്ന എടാ കൂലികളെ എന്താണ്? ഇനിയിപ്പോ നിങ്ങൾ എന്റെ അടിമ, അതാണിപ്പോ. നിങ്ങളിപ്പോ കൂലികളെ എന്റെ. എടാ ക്യാമറ ഇങ്ങനെ കാണിട്ടോ എടാ. ഹലോ കാണുന്നുണ്ടാ? നമ്മൾ സൈഡ് നമ്മളോട് അടുത്തേക്ക് പോകണ്ട, ക്യാമറ പോകേണ്ട വരും. എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം വരും.
ലൊട്ടേക്കാരാ എടാ അത് ഇങ്ങനെ അങ്ങനെ കേൾക്കോ ദാടിയല്ലോ കേൾക്കോ ഞാൻ പറയുന്നത് കേൾക്കോ ലൊട്ടേക്കാരാ എടാ എന്തായാലും എന്തായാലും ഇനി എന്തായാലും ലൈവ് ഉണ്ടാവല്ലോ അങ്ങനെ ലൊട്ടേക്ക് കയറിയാ മതി ഇപ്പൊ ലൊട്ടയിൽ ഇങ്ങനെ കയറാൻ എല്ലാ ദിവസവും ലൈവ് എന്ന് വെച്ചാല് ഇതെന്താണ് എല്ലാ ദിവസവും ലൈവ് എല്ലാ ദിവസവും ഉണ്ടോ ഉണ്ടാവും അറിയില്ല ഞാൻ ഇന്ന് തന്നെ എങ്ങനെയല്ലോ ഇതാകിയതാണ് ജിമ്മിന് പോയാൽ സെറ്റ് ആവുന്നില്ല ബോഡി അല്ല ഞാൻ അതും കൂടെ ഞാൻ മാറുന്നു ജിമ്മിനും കൂടി പോയാൽ മമ്മ വേറെ ലെവലായിരുന്നു എടാ കൂലി എടാ ഞാൻ ജിമ്മിന് പോയാല് ഞാൻ വേറെ തന്നെ സെറ്റാണെന്ന് എല്ലാരും പറയുന്നു എന്താ പിന്നെ ജിമ്മിന് പോയാൽ സെറ്റാണെന്ന് പറയും എന്താ അഭിപ്രായം എന്താ ശരിക്കും അവര് സൈഡായല്ലേ ഞാൻ ലൈവ് അങ്ങ് തുടങ്ങുമ്പോഴത്തേക്കല്ലാണ് സൈഡായി ബ്രോന്റെ പേരെന്ത് എന്താണ് എല്ലാരും എടാ അതിന് എന്തായാലും ഒരു മാസം അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ടല്ലേ മുടി വളരും അന്നേരം എന്തിഷ്ടം എന്താ ഞാൻ ലൈവാണ് ഒക്കെ എന്താ പറയണ്ട പോലെ അവർക്ക് തീരില്ല തൊപ്പി എടാ എന്റെ ലൈവിലാണ് തൊപ്പി കമ്പയൊക്കെ എന്തിനാ പറയുന്നത് എടാ അന്നെ പറ്റിട്ട് 2 വാക്ക് പറ ഓനെ പറ്റി എന്തിനാ ഇവിടെ പറയുന്നത് എടാ സൗണ്ട് ഉണ്ടാ ആദ്യം സൗണ്ട് ഉണ്ടാ ഞാൻ ഫോണ് കൂട്ടി കേൾക്കുന്നുണ്ട് ശക്തി പറ എടാ ഇനി ഇതാക്കല്ല മുട്ടാമ്മൊന്നും വിളിക്കല്ലേ ആ മമ്മത് വിളിച്ചോ മുട്ടേന്ന് എന്തിനാ ചേർക്കുന്നത് ഉച്ചി മമ്മ മൈക്ക് വെക്കുക എടാ ഇവിടെ വന്ന് പുറത്ത് വന്നിട്ടുള്ള അപ്പൊ ഇങ്ങനെ മൈക്കൊന്നും എടുത്തില്ല എനിക്ക് ആരും പറഞ്ഞില്ല ഇവരുടെ എന്റെ പൊട്ടന്മാരാണ് ബുദ്ധിയിലൊന്നും ഉണ്ടല്ലോ നിങ്ങളായിട്ട് ഒന്ന് ലൈവ് ചെയ്യുന്ന വിൽക്കുന്നുണ്ടല്ലോ എനിക്ക് ഒരു ബുദ്ധിയിലെ കളത്ത് മൈക്ക് വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം മുതൽ അടിപൊളിയാണ് സുഖമാണ് ഫ്രീ ഫയറും കളിക്കാൻ ഉണ്ടാവില്ല ഞാൻ വലിയ ഗെയിം നിന്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ എന്റെ ഫോൺ എടുത്തോ ഹലോ ആ പറയടാ പാസ്വേഡ് ഉണ്ടോ എന്ത് അസുഖക്കാരുണ്ടായിരുന്നു ആ അതന്നെ പെസ് ഈ ഫുട്ബോൾ എനിക്കിത് ഇത്രയാവും ഇതിങ്ങൊരു മുള്ളു പോലെയുണ്ട്
എന്താണ് പറയുന്നത്? എടാ നിങ്ങൾ പറ, എല്ലാ ദിവസവും ലൈവ് ആയിരുന്നോ? നിങ്ങൾ പറ, യെസ് ഓർണോ? എല്ലാ ദിവസവും ലൈവ് ആയിരുന്നു? മമ്മു ആജിയ, ശരിക്കും ഒരു ആജിക്കാനെ ലുക്ക് ഉണ്ടല്ലേ? മുല്ലേ ഓക്കെ ഓക്കെ വരാം. ഇവിടെ വേറെന്താ നിന്റെ ഡെയിലി വ്ളോഗാ? ഡെയിലി വ്ളോഗ് നടക്കുമല്ലേ? അതും അടിപൊളിയാണ്. ഡെയിലി വ്ളോഗ് അടിപൊളി. അവിടെ ലൊട്ട ഇതാണ്. അവിടെ ലൊട്ട വെച്ചാൽ വീട്ടിൽ നിന്ന് കയറാൻ പറ്റില്ല. ഇവിടുന്ന് എങ്ങനെയാ ലൊട്ടയിൽ കയറാം? ഇപ്പം കാണുന്നില്ലേ? ഇവിടെ മുടി പിടിക്കാൻ വന്നിട്ടല്ലേ? അപ്പൊ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കസാലയും പോലെ മൂടിതാ. അവിടെ രസമുണ്ടല്ലേ? ഞാൻ വിചാരിച്ചു മൊട്ടയടിച്ച മഹാ ബോറായിക്കുന്നത്. ഞാൻ വിചാരിച്ചു നല്ല രസമുണ്ടല്ലോ കാണാൻ. ബോളിവുഡ് അവിടെ എല്ലാം നിർത്തി മോനെ, എല്ലാം മമ്മ നിർത്തി. ബോളിവുഡിലും എല്ലാം നിർത്തി. എന്താണ് ലൊക്കേഷൻ ഏത് ലൊക്കേഷനിലേക്ക് എന്താ പറയുന്നത്? ഡെയിലി വ്ളോഗ് നല്ലതാണല്ലേ? ഒരു കണക്കിന് ഡെയിലി വ്ളോഗ് നല്ലതല്ലേ? നാളെ വരുമോ? അവിടെ നാളെ എന്തായിരുന്നു? നാളെ ലൈവ് ആയിരുന്നു. നിങ്ങൾ പറഞ്ഞു ജസ്റ്റ് നാളെ വരണം. നാളെ ആകുമ്പോൾ ലൊട്ടേ കയറാം. നാളെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ലൈവ് ചെയ്യാം. അപ്പോൾ ലൊട്ടേ കയറാം. നിങ്ങൾ എന്താ പറയുന്നത് ഒന്നും ചെയ്യാം. എന്താ ചെയ്യണ്ടേ? നാളെ വരണം. നാളെ ലൈവ് പോകണോ വേണ്ടോ? അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട മമ്മൂന്റെ ഫസ്റ്റത്തെ ലൈവ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മമ്മൂന്റെ ഫസ്റ്റത്തെ ലൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നാളെ തന്നെ വരാടാ. മമ്മൂ നാളെ തന്നെ വരാം. അടുത്ത ലൈവായിട്ട് മമ്മൂ നാളെ തന്നെ. ഞാൻ പോലും ചിന്തിക്കുന്നില്ല ഞാൻ എങ്ങനെ ഈ ലൈവ് കൊണ്ടുപോയി. കാരണം എൻ്റെ ലൈവിന് മാത്രമല്ലേ പോയിട്ടുള്ളൂ.
കുറേ കാര്യങ്ങൾ പറയാം. ഇങ്ങനെ പറയണമെന്ന് ഞാനൊരു നാണക്കാരനായിരിക്കും അല്ലേ? ഓക്കെ. ഇതെത്ര ടൈം എടുക്കും? താടി പഠിക്കല്ലേ? കട്ടപ്പന ലുക്കണ അതെന്താ ശരിക്കും ഉണ്ടോ? കാര്യം പറ. മുട്ടാണെങ്കിൽ ഫ്രീയിൽ അഭിനയിക്കണം. വീട്ടിൽ പോയിട്ട് പറഞ്ഞില്ല. അവിടെ കട്ടപ്പന ലുക്കുണ്ട്. മസാജ് ഇത് മാത്രം പറഞ്ഞാൽ മതി. അതൊന്നും വേണ്ട. ഇത് മസാജ് ചെയ്യോ? കഴിഞ്ഞോ? ഇതാണ് ഇപ്പൊ എങ്ങനെ ലുക്ക് എങ്ങനെ അടിപൊളിയാ. എല്ലാം ഞാൻ പറയണം. എടാ കൂലികളെ പൈസ കൊടുക്കും. ഇനി നിങ്ങളെന്റെ ഇതാണ് കേട്ടാ. പിന്നെ എടാ ഞാൻ ലൈവ് തുടങ്ങി. ഇതാ നോക്കതാ പൈസ കൊടുക്കും. മുടി വെട്ടാൻ പഠിപ്പിച്ച്. എടാ എങ്ങനെ രസമുണ്ടോ? മൊട്ടയടിച്ച് രസമുണ്ടോ? സീരിയസിൽ സത്യം പറഞ്ഞ ഡോറോർക്ക് ആയില്ലേ? നെയ്യാക്കിയില്ല, ഫുള്ള് കളഞ്ഞില്ല. എടാ നെയ്യാക്കി എന്തല്ല ചോദിക്കുന്നത്? നെയ്യൊന്നും ആക്കിയിട്ടില്ല. ഇത് രസമില്ലേ? ഇതിലെ നെയ്മോട്ടോ എടാ എങ്ങനെ രസമുണ്ടാ? എടാ ഇപ്പൊ എല്ലാരും എന്താ പറയുന്ന അറിയാതെ കട്ടപ്പന്റെ ലുക്ക് ഉണ്ട്. പിന്നെ കുറച്ച് ക്യാമറ ശരിക്കും ക്യാമറ എനിക്ക് ശരിക്ക് കുറച്ച് നടക്കാം, അതാണ് നല്ലത്. ഇത് നമ്മളെ കാറല്ലേ? എടാ ഞാൻ വന്നിട്ട് ചാടിച്ചാലോ?
ആടെ പൂട്ടിട്ടുള്ള വേറെ എവിടെയും കുറവാ. പെൺകുട്ടികളുണ്ട് ഇഷ്ടംപോലെ പെമ്പിള്ളറും എല്ലാരും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ബേക്കിൽ തന്നെ പോവാണെങ്കിൽ ഞാൻ എന്താ ഒന്ന് നോക്കട്ടെ. എന്താ പറഞ്ഞ എന്താ പറഞ്ഞ ക്യാമറ തിരിച്ച് ഇങ്ങനെ കുടിക്കാം. ആ കാർന്ന് ആ വണ്ടി ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചാലോ? എന്ത് ഓടിക്കാൻ തരുമെന്ന് പോയി. ഞാനാ ചോദിക്കേണ്ടത്. എന്റെ ലൈവിലാ ശരിയാ. നീ ഇപ്പൊ എന്റെ കൂലിയാണ്. ഞാൻ പറയുന്നതും കേട്ട് എന്റെ ലൈവിൽ ഇരിക്കാൻ പറ്റെങ്കിൽ ഇരുന്നാ മതി. എന്താ എന്താണ് അലം പോയി. ഞാൻ അടുത്ത് പുറത്തോടെ ഞാൻ വന്നതായി. അപ്പൊ ഗൈസ് ഇവർക്ക് ഉറങ്ങാനൊന്നും ആയിട്ടുണ്ടാവില്ല. ആയിരിക്കാം കൊറേ തട്ടുവിട്ട് ഇറക്കിയില്ലേ? തട്ടിട്ട് ഉമ്മ 65 വയസ്സുള്ള ഉമ്മ ലൊക്കേഷൻ ഒന്നും കാണിക്കല്ല. നീ പുറമൊന്നും കാണിക്കല്ലേ? നീ എന്താക്കുന്നേ? ഞാൻ പിടിക്കണം. ഇങ്ങനെ ഇന്റെ മുഖം കാണിക്കും, മൊട്ട കാണിക്കാൻ. ആയാ ഇപ്പം കാണുന്നുണ്ടോ? വണ്ടിയിലല്ലോ. ബാക്ക് കുഴപ്പമില്ല. ഉണ്ടാണക്ക് സീറ്റ് ബെൽറ്റ് ഇട്. ഭയങ്കര കാര്യം വേറെ അറിയില്ല. അനിയനായി പോയില്ല. എന്താണ് അടുത്ത പരിപാടി? എന്ത് ചായ കുടിക്കുന്നോ? നീ എന്തൊക്കെ ചെയ്തോ? നിന്റെ ലൈവാണ്, നിന്റെ ഇതാണ്. ഞാൻ ഇടപെടൂല. വീട് ചായ കുടിക്കുന്നോ? സ്ഥലത്തിന് പേര് വിളിക്കണോ? ആളിലെടുത്തോ? ആളുടെ അടുത്ത് തന്നെ ആണോ? എനിക്ക് വലിയ കൊണ്ട് തന്നെ നിന്റെ എടാ നീ ആരാ? ഇതാരെ ക്യാമറ ഓടിക്കുന്നടാ? ലൊക്കേഷനടാ. പുറം കാണുന്നില്ല. എന്നാ താഴത്തേക്ക് അങ്ങനെ താഴത്തെ പിടിക്കും. ഗ്ലാസിന്റെ മുഖം മാത്രം കാണിച്ചാ എന്റെ മുഖം കാണുന്നുള്ളൂ. ഡ്രൈവറെ പണിയെടുത്തോ? എന്താണ് എന്ത് പോക്ക പോയത്? ഡ്രൈവറെ പണിയെടുക്കറ. ഡ്രൈവറാ? പിന്നെ ഡ്രൈവർ അല്ല, ഡ്രൈവർ. എടാ ലൈവ് എന്ത് സംഭവം? എത്ര വാച്ചിങ്ങുണ്ട് നോട്ടെ? 1.6K. ചോദിച്ചാടാ വൈദ്യുതി നോക്കട്ടെ. എന്റെ ചെക്കന്റെ ലൈവ് നോക്കട്ടെ. ലൈവല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ജീവിതത്തിൽ ഞാൻ എന്റെ ജീവിതം അന്നെ ഈ ഇൽത്തേക്ക് കൊണ്ടുവന്നത് തന്നെ എന്റെ ഞാൻ ഇറക്കി വിടുവേ. നീ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഞാനിപ്പ് ഉണ്ടാവില്ലല്ലോ. അതാ മനസ്സിലാക്കാത്ത. അവിടെ കാര്യം പറഞ്ഞ ഞാൻ കൊറേ എല്ലാത്തിനും ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ എന്തെല്ലോ പണിക്കെല്ലാം പോയിട്ടുണ്ട്. കോഴിപ്പണി, സിമെന്റ് വയക്കല്. ഞാൻ ഇല്ലടാ, ഞാൻ ഈ ലൈവിലില്ലേ. നിങ്ങളെ പാടായി. ഞാൻ ഡ്രൈവറാണ്. ഞാൻ ഈ ലൈവിലില്ല. ഡ്രൈവറെ പണി നോക്കറാ. എന്തിനാണ് ഇങ്ങനെ ഒച്ചത്ത് സംസാരിക്കുന്നത്? ഞാൻ അവരോട് സംസാരിക്കുന്നത്. ഇതെന്താണ് സാർ? എങ്ങോട്ടാ പോകണ്ട സാർ? നമുക്ക് ചായ കുടിക്കാൻ പോവാം. ചായ കുടിക്കാൻ ഇവിടെ ചായ കുടിക്കണോ സാർ? വേണ്ട, ആൾക്കാരുള്ള സ്ഥലമാണ് സാർ. ഓക്കെ സാർ. ഡ്രൈവറെ പണി എടുക്കണം. ഓക്കെ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ കോഴിപ്പണിക്ക് പോയിട്ടുണ്ട്. വാർപ്പിന്റെ പണിക്ക് പോയിട്ടുണ്ട്. കഥയല്ലേ? എടാ എന്റെ കഥ ഇതേപോലെയാണ്. ഒരാൾക്ക് തന്നെ ഒരു കഥയുണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റൂല. ഞാൻ പോയത്ര പണിക്ക് നീ പോയിട്ടില്ല. കോഴിപ്പണി, വയറിങ്, വാർപ്പ്, പിന്നെ കല്ലിന്റെ പണി, പണയെ പോയിട്ടുണ്ട്. കോഴിപ്പണി പറഞ്ഞ് 30ന്റെ മുകളിൽ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സുഹൃത്താത്താന്റെ വീട്ടിൽ ചാണകം വരെ കോരാൻ പോയിട്ടുണ്ട്. അതൊന്നും ജോലിയാണ്. പിന്നെന്ത് എന്താണ് കരാറെടുത്താൽ അങ്ങനെ 30 ദിവസം പണിയെടുക്കലാണ്. അത് അങ്ങനെ ആ പണിക്ക് ചാണകമൊന്നുമില്ല. എല്ലാം പണിയെടുക്കൽ തന്നെ. മുണ്ടാണ്ടിക്ക് എത്ര പറയണോ? എപ്പോഴും മനസ്സിലായി. അപ്പൊ നീ എപ്പോ നമ്മ പുറത്തു പോകുമ്പോ ലൈവ് ഇടും? പിന്നെ ചൊറയായല്ല. അപ്പൊ ഞാൻ ഇപ്പൊ നിന്റെ അടിമയായിട്ട് ജീവിക്കണം. പിന്നെ അപ്പൊ എന്റെ ലൈവ് വരുമ്പോ നീ എന്റെ അടിമ. ഓക്കെ, നിന്റെ ലൈവ് വരുമ്പോ ഞാൻ നിന്റെ അടിമ. ഓക്കെ, ഡീൽ. അങ്ങനെ ഒരു ഡീൽ ഉണ്ട് സാർ. എങ്ങോട്ടാ പോണ്ട സാർ? നേരെ വിടും.
മയില് ഞാൻ എന്തിനാണ് ഇതിന് നിക്കുന്നത്? എനിക്ക് വേറെ പണിയുണ്ടടാ മയില. എന്താണ് എന്നെ ആക്കി വെക്കുന്നേ? എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇതിന്റെ 7-ാം കൂലിയാ. പിന്നെന്ത് ഞാൻ ഇത്ര നാളെ ഇതെന്താക്കിയത്? ഇത് പ്രതികാര. ഇത്ര നാളെ ഞാൻ എന്താക്കിയത്? മമ്മൂന് പ്രതികാരം. ഞാൻ മമ്മൂന് വേറെ പ്രതികാരം ഉള്ളത് അതിനാന്ന് ചോദിക്കട്ടെ. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. മയില് ഞാൻ എവിടെ നിർത്തിയത്? ഞാൻ ഇത്രയെല്ലാം പണിക്ക് പോയിട്ടുണ്ട്. പിന്നുള്ളത് സിനിമ. മോനെ സിനിമേന്റെ വെഹിക്കിൽ ഞാൻ ഉള്ളൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. സിനിമേന്റെ വെഹിക്കിലൊന്നും പോയിട്ടില്ല കാര്യമില്ല. ഞാന് 2 വർഷത്തോളം സിനിമേന്റെ കൊറേ വേക്ക് പോയിട്ടുണ്ട്. എന്ത് സിനിമേന്റെ വേക്ക് എന്ന് പറഞ്ഞാല് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കലാന്ന് കാര്യം. പോയിട്ട് ഒരു പോയാല് രാവിലെ പോയാല് വൈകുന്നേരം വരെ വെറുതെ നിൽക്കേണ്ടി വരും. ചിലപ്പോ ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കേണ്ടി വരും. വൈകുന്നേരം ഷൂട്ട് ചെയ്യുന്നാല് 100-500 400 ഉണ്ട്. ആ 400 50 അവര് തട്ടിച്ച് 350 നമുക്ക് തരും. ചിന്തിക്കണം. നീ ആ പണിക്ക് പോയിട്ടുണ്ടാവില്ലല്ലോ. നീ ഒരു ജൂനിയറാണ് ഇപ്പൊ എന്റെ മുമ്പില്. അത് നീ ചിന്തിക്കണം. നീ ഇപ്പൊ ജൂനിയറാണ്. എന്റെ ലൈവിൽ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയും നല്ല അടിപൊളിയാണ്. എന്റെ ലൈവിൽ ഞാൻ പറയൂ. എന്റെ ലൈവിൽ നീ ഫോളോ ചെയ്യട്ടെ സാർ. ചെയ് നേരെ അങ്ങ് പോയടാ. ഇവിടെ ഡ്രൈവർ ആയിട്ട് എന്താണ് അല്ലേ എടുത്താൽ മതിയായിരുന്നു. മമ്മ ഇപ്പൊ സ്ട്രീം എല്ലാം ചെയ്ത ഒരു വലിയ ഇതിലെത്തി മമ്മ എടുക്കാൻ പോകുന്ന വണ്ടിയാണ്. മമ്മൂന്റെ ഡ്രീം കാർഡാ. എനിക്ക് BM ഒന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അത് വേറെ കാര്യം. എനിക്ക് ഞാന് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് ഡിഫൻഡറാ. എനിക്ക് വാങ്ങണമെന്നുണ്ട്. വാങ്ങണമെന്നുണ്ടല്ലോ എനിക്ക്. എനിക്ക് വാങ്ങണമെന്നുണ്ട്. എന്തായാലും ഞാൻ വാങ്ങിയിരിക്കും. അത് വേറെ കാര്യം. അത് മമ്മൂന്റെ വാക്കാണ്. എടാ മമ്മു ഡിഫൻഡർ ഈ 2 വേർഡ്സും തമ്മിൽ ഒരിക്കലും ചേരൂല. ഡിഫൻഡർ സ്പെല്ലിംഗ് ഡിഫൻഡർ എടാ എങ്ങനെയാടാ മമ്മു ഡിഫൻഡർ? നീ ഇത് 2 പറഞ്ഞു നോക്കിയോ? അതെങ്ങനെയാണ്? മമ്മു ഇപ്പൊ കൊറേ ഇതായി പൈസ ഉണ്ടാക്കി. ഇപ്പൊ മമ്മൂടി മമ്മു ഇപ്പൊ ഇതാ ഡിഫറെന്റ്. മമ്മു അറിയില്ലേ? എന്റെ ലൈവാണ് ഞാൻ പറയും. മമ്മു ഇപ്പൊ ഡിഫൻഡറിലും ആയിരുന്ന ആൾക്കാർ ഇങ്ങനെ പറയും. അറിയില്ല മമ്മൂനെ അറിയില്ല. അതിന്റെ ലെവലുണ്ടെ മമ്മു ഇപ്പൊ എന്താണ് സ്വന്തമായിട്ട് ലെവലും തുടങ്ങി. ഇപ്പൊ പുതിയ ഡിഫൻഡറിൽ ഇറക്കിയില്ല. ചെക്കൻ ഇതൊക്കെ ലൈവ് തുടങ്ങിയ ദിവസം ഇങ്ങനെ ഇപ്പം ഇനി അങ്ങോട്ട് എന്തെല്ലാം സഹിക്കണോ? പിന്നെയുള്ളത് മമ്മൂനെ പടപട സിനിമയെല്ലാം വരും. അത് വേറെ ഈ ലുക്കെല്ലാം വെച്ച് ഇഷ്ടംപോലെ സിനിമയിലുണ്ട്. എന്ത് ചിരിക്കുന്ന? മമ്മു നായകനായിട്ടൊരു സിനിമ മമ്മു നായകനായിട്ടുള്ള പടം വരും. അത് വേറെ കാര്യം. അങ്ങനെ നീ മനസ്സിൽ അങ്ങനെ ഇതാക്കണ്ട. മമ്മു നായകനായിട്ടുള്ള പടം ഇറങ്ങും. നീ ഇറങ്ങുന്ന അന്ന് തന്നെ നീ നിന്റെ ലൈവിലുള്ള ആൾക്കാരോട് നീ ചോദിക്കും മമ്മൂന്റെ ട്രെയിലർ ഇറങ്ങിയ ഒരിക്കലും നീ അങ്ങനെ ചോദിക്കാം. മമ്മൂന്റെ ട്രെയിലർ സംഭവമില്ല. എന്റെ മമ്മൂന്റെ ട്രെയിലർ ഇറങ്ങിയ ഞാൻ നോക്കട്ടെ. നീ അങ്ങനെ എല്ലാ ദിവസവും ചോദിക്കും. സാർ ഒരു ചായക്കടയിലും ആൾക്കാരില്ല. അപ്പൊ നമ്മൾ നേരെ മറ്റേ 24 ഷോപ്പിന്റെ പേര് പറയില്ല. 24 എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ നല്ല എന്തിനാ നിനക്ക് ആൾക്കാരുണ്ടായിട്ട് എന്തിനാ നീ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിയണോ? കാരണം നീ മമ്മല്ല. മമ്മതായി മോനെ. മമ്മതായ നിന്റെ ലൈവില് മമ്മു ആയിരിക്കും. മമ്മു എന്തെങ്കിലും ഉണ്ടാവും. ആ എച്ചില് മമ്മു പോയി. നിന്റെ ലൈവിൽ ആ കൂലിച്ചറ്റ മമ്മു പോയിട്ടുള്ളത് ഇപ്പൊ മമ്മതായിട്ട് മാറിയിട്ടുള്ളത്. ഇതാ നീ ഇപ്പൊ നീ ഇപ്പൊ ജൂനിയറാണ് ശരിക്കും. ഇപ്പൊ നീ ഡ്രൈവറെല്ലാം കഴിഞ്ഞ് പോകുമ്പോ എനിക്കൊരു 300 150 കൈമില് ഞാൻ വെച്ചേരേണ്ട ഒരു അവസ്ഥയാണ് നീ ഇപ്പൊ ഉള്ളത്. അവിടെ ഒരു ഇതുണ്ട്, പോർഷ ഉണ്ട്. ഞാൻ ഒരു ദിവസം എടുക്കും. കാച്ചില്ല എനിക്ക് ബുദ്ധിയുണ്ട് നിങ്ങളെ പോലല്ല. ഡ്രൈവറെ കുണ്ടി വിട്ടതാ. ഞാൻ കാര്യം പറയട്ടെ, ഈ
നീ കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ ഒരു ലെവലിൽ എത്തിയിട്ടാവുമ്പോ നീ കുണ്ടിയെല്ലാം നോക്കാൻ പോയാൽ മതി. നീ ഫോക്കസ് ഓൺ ദ ഗോൾസ് ആയിരിക്കണം. അങ്ങനെ ഉണ്ട്. ഇപ്പഴേ നീ പെണ്ണുങ്ങളെ നോക്കാൻ പറ്റാം, മനസ്സിലാവും. അപ്പൊ ഞാൻ വൈകൂടെ ഒരു പെണ്ണിനെ കാണുമ്പോ ഞാൻ കുണ്ടി നോക്കുന്നത്. ഞാൻ പണ്ട് കുണ്ടി നോക്കലില്ല. പണ്ട് ആരും പെമ്പിള്ളേരൊന്നും അങ്ങനെ ഇത് വായി നോക്കലില്ല. കാരണം ഞാൻ ഫോക്കസ് ആണ്, ലൈവില് ഫോക്കസ് ആണ്. നീ എന്തെങ്കിലും ഒരു ഇതിലെത്തിയിട്ട് വേണം നീ കുണ്ടി നോക്കാൻ തുടങ്ങാൻ, മനസ്സിലാവും. അങ്ങനെ റൂൾ ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഫോക്കസ് ചെയ്യണോടാ. നീ ഇപ്പൊ കുറച്ചാലും സിഗ്നായിട്ട് ജീവിക്കും. നീ കുണ്ടി നോക്കണ്ട കേട്ടാ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല മലയാളത്തിലായിട്ടും ടൈപ്പ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഞങ്ങൾക്ക് വായിക്കാൻ അറിയുന്നില്ല. എന്താ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത്? നമ്മുടെ ചാറ്റ് എന്താ പറയുന്നത്? 2.5K വാച്ചിങ് ഇരിക്കുന്നു നോക്ക്. ലെവല് വന്നു ശരിക്കല്ലേ? ഞാൻ ഇതിനാ വിചാരിച്ചില്ല. കാരണം ഞാൻ കൊറേ ലക്ഷ്യങ്ങൾ നോക്കിയനല്ല, നോക്കിയത് സിനിമയല്ല. അത് പോയി പിറ്റീത് അത് അതിന്റെ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ. അത്ര ബഹുമാനം എന്നോട് കാണിക്കണ്ട. സാറൊന്നും വിളിക്കണേ. എന്നെ മമ്മതേന്ന് തന്നെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. അത്ര വലിയ മൊട്ടൊന്നും വിളിക്കണ്ട. നീ വെറും മമ്മതേന്ന് വിളിച്ചോ. എടാ വേറെ സ്ഥലമൊന്നുമില്ല. ഇവിടെ കയറി ചായ കുടിക്കാൻ പോയാ ഞാൻ കാര്യം പറയാം. എനിക്ക് വിശക്കുന്നു മയില്. കൊറേ സമയം അവനെ ഇട്ട് കളിപ്പിക്കും. ഞാൻ ഇവിടെ കേൾക്കാൻ പോയി. ക്യാമറമാൻ മമ്മൂസിന്റെ ഒന്ന് ചോദിക്കോ. മമ്മൂസാ? മമ്മൂസ് ആക്ടർ മമ്മൂസ് ശരിക്കും ഒരു ആക്ടർ ആണല്ലേ അല്ലേ? അത് ശരിയാ, ഞാൻ മറന്നു. ഞാൻ എന്റെ മുടി മൊട്ടയായിട്ടുള്ളല്ലേ. എടാ എന്താ വേണ്ട? ക്യാപ്പല്ല, കുടിക്കാൻ എന്താ വേണ്ട? ചായ മതിയാ? കുടിക്കാനെന്താ? എന്താ വേണ്ടേ? എനിക്ക് ലൈമ് മതി. പെട്ടെന്ന് കിട്ടുന്നെന്താ? ക്യാമറ വൈഡാകേണ്ട അവസ്ഥ എനിക്ക്. ഒറ്റ കുടിക്കണ പോലെ. നീ ഒരു ക്യാമറമാനാന്നല്ലേ? വാ എന്റെ വീട്ടില് അറിയിക്കുന്നില്ലേ? പിന്നെ ഒറ്റ കുടിക്കണ നോക്കിയതാ മമ്മൂന്റെ ദൈവം ഇതാ. നോക്കുവാണെങ്കിൽ കണ്ടോ? നിനക്ക് എങ്ങനെയാ ചോദിക്കാൻ? ചായ ഇതാക്കിയാ പോരാ, അപ്പുറത്ത് പോരാ. ചായക്കറിയായോ? അവിടെ ഒറ്റ കുടിച്ചിട്ട് നടക്ക്. ഞാൻ ഒറ്റ കുടിച്ചു പോ. കാണുന്നുണ്ട്. ആ കാണുന്നുണ്ട്. സൗണ്ട് ഇല്ല. ബർഗർ അടിച്ചോ മാമു? സൗണ്ട് ഇല്ല. അവിടെ കേൾക്കുന്നില്ല. അവിടെ എല്ലാവരുടെ പൊട്ട ഇവിടെ സോറി കേൾക്കുന്നുണ്ടോ? മുട്ട തലയിൽ താറ്റടിക്കും. അവിടെ എന്തിനിങ്ങനെ കളിയാക്കുന്നു? കളിയാക്കിട്ട് എന്താ കിട്ടുന്നു? അതാ നമുക്ക് അറിയണ്ട്.
ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. മുടി മുറിച്ച് എൻ്റെ മോനെ മൊട്ട അടിച്ചവർ എന്തൊരു സുഖം അറിയാം. ഞാൻ ഭയങ്കര ഒരു ശരിക്കും ഞാൻ ഭയങ്കര ലുക്കനാന്നല്ലേ. എടാ ക്യാമറമാൻ എങ്ങനെയുണ്ട്? പൊട്ടറെ പോലെ ഉണ്ട്. ഉള്ള നീ പറ, എങ്ങനെയുണ്ട് മുടി? എങ്ങനെയുണ്ട്? സത്യം പൊട്ടറെ പോലെ ഉണ്ട്, കട്ടപ്പയെ പോലെ ഉണ്ട്. ഓക്കെ കട്ടപ്പയാണെങ്കിൽ കട്ടപ്പ. ഇങ്ങനെയുണ്ട് മുടി? എങ്ങനെയുണ്ട്? മൊട്ട അടിച്ച അങ്ങനെ ലുക്ക് ഉണ്ട്. ടെറല്ല പറയിക്കുന്നില്ല. ഇതാ 3 മമ്മു. ഞാൻ അവിടെ പോയിട്ട് ഇരിക്കേ ഇല്ല, കടിക്കുകയോ ചെയ്യില്ല. നടുവിൽ പോയിട്ട് ഇരിക്കുക. അതിന്റെ 2 നായിന്റെ രാജാവാ. എന്തിനാണ് നീ ഇങ്ങനെ ഇതാക്കുന്നത്? ജയറാമിന്റെ വില പോലെ ഉണ്ട് പോലും കാണാൻ. ആ ഫ്രണ്ട്സിന്റെ ജയറാം, ഫ്രണ്ട്സിന്റെ ആര് ബസ്കതിലേക്ക് ഇതോടെ തിന്നുന്നവാ. അവിടെ ജിമ്മിൽ പോണം. നേരത്തെ കുറച്ച് ക്യാമറ വേണമായിരുന്നോ എന്റെ? നേരത്തെ കുറച്ചൊരു മുടി പുള്ളി വായു പുള്ളി എന്താ മുട്ടേ നീ ആളുകളെ തിന്നാ ഉച്ചക്ക് വന്നില്ല. ഉച്ചക്ക് വന്നാ കഴിക്ക്. എന്താണ് ഇങ്ങനെ മുൻകൂട്ട് നോക്കുന്നത്? ആർക്കും വേണോ ചേട്ടാ? ഒരു പപ്സ്. ചൂടൊന്നും വേണ്ട. ചൂട് വേണ്ട, ചൂട് ചൂടാക്കാണ്ട് ആ ചൂട് വേണ്ട. എല്ലാം കൂടെ കൈ നിൽക്കൂലല്ലോ. ആ ഒന്ന് വേറെ അതായത് ചെറിയ സമയം എന്താണ് ഒരു കടി ചോട്ട് ചൂടാണ്. ക്യാമറമാനം ഫുഡൊന്നും കഴിച്ചില്ല. നീ ക്യാമറമാൻ വിളിക്കണം കേട്ടോ. കാണുന്നുണ്ട് എന്റെ ക്യാമറമാൻ അല്ല ഞാന്. മതിയാ നിർത്തിയാലെന്നാല് എന്റെ കല എടാ മതിയില്ലേ? എടാ ഇന്ന് നാളെ വന്നാ പോരെ? എടാ നാളെ ആകുമ്പോ വൃത്തിക്ക് നമുക്ക് എന്ത് ചെയ്യാം? എന്ത് നാളാ? നീ ലൈവ് വേണമെന്ന് പറഞ്ഞ ലൈവ് വേണം. എടാ ഒരു നാളെയില്ല ചെയ്തിട്ട് പോയാൽ മതി. നന്ന നടക്കണോ?
ആ ആടെ പോ അടിച്ചിട്ടുള്ള ലൈവെല്ലാം ജയിപ്പിക്കുന്നു ഇനി എന്താണ് ആടെ പോ അങ്ങനെ ഉണ്ടോ? അവിടെ അവിടെ പഠിക്കാൻ പറയുന്ന പോലെയാണ് എന്നെ അടിച്ചാന്ന് ലൈവ് ഇങ്ങനെ ജയിപ്പിക്കുന്നത്. ഇഷ്ടംപോലെ പൊമ്പിളറുണ്ട്. കേൾക്കുന്നില്ലല്ലോ. ഇല്ല എടാ ഇത് എൻ്റെ ലൈവ്. അപ്പോൾ എൻ്റെ ലൈവിൽ നിങ്ങൾക്കൊന്നും പറയാം. ഞാൻ അങ്ങോട്ട് എന്തും പറയും. ഇഷ്ടംപോലെ പൊമ്പിളറും എല്ലാവരും ആൾക്കൂറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്? വാ ക്യാമറമാന വാ. ലൈവ് പിടിക്കിട്ട് കയറി എന്താ നിന്റെ വേഗം കുലിയാക്കി അശ്വതി അശ്വതിയല്ലേ മമ്മൂ ഫാൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഫാൻസ് എല്ലാം ഉണ്ടല്ലേ. ജൈവീൻ്റെ ജാന്ത സംഭവം ജാന്ത അപ്പം മമ്മു അങ്ങനെ ആ പീടിയ പോടാ അവിടെ കളിയാറുണ്ട്. ഇന്നു മുതൽ മമ്മു അങ്ങനെ കേരളം കേൾക്കുന്നില്ല. മമ്മു കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കേരളം നിന്ന് കത്തും അല്ലേ? പിന്നെ നിന്നിട്ട് ഇരുന്നിട്ട് കടന്നിട്ട് വരെ കത്തും. അത് വേറെ കാര്യം. മമ്മു ഇന്നു മുതൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് മോനെ. ഇനി അങ്ങോട്ടേക്ക് മമ്മുവിൻ്റെ ഭരണമായിരിക്കും. ഗെയിം കളിക്കോ? മമ്മു പോയി. ഇനി നിയാദിൻ്റെ ലൈവിലുള്ള മമ്മു അങ്ങ് പോയിട്ടുള്ളത്. മമ്മു പോയി മമ്മ അങ്ങ് വന്നിട്ടുള്ളത് മോനെ. മമ്മ തങ്ങ് ഈ കത്തിക്കാനുണ്ട്. പൊട്ടം കേൾക്കണ്ട ഇവിടെ ഉള്ള ആ പീടിയ പോ മമ്മു. ഇതാ അങ്ങനെ അവിടെ ജിമ്മിന് ജിമ്മിനെല്ലാം പോയിട്ടൊരു സെറ്റാണ്. 90K അയ്യോ വായിക്കാത്തോട്ടോ. മമ്മു കയറുന്നുണ്ടല്ലേ. മമ്മു അങ്ങനെ ആവുന്നുണ്ടല്ലേ. ഗുണ്ട അത് ശരിയാ. ഒരു ഗുണ്ടാ ലുക്ക് ഉണ്ട്. പവർ ബാങ്ക് ഒരു തമിഴന്മാരെല്ലാം മൊട്ടടിച്ചൊരു ഇതില്ലേ. ഒരു ഗുണ്ടാ ലുക്ക് എന്തായാലും മമ്മൂനുണ്ട്. 10% ചാർജ് ഉണ്ട്. ചാർജ് ചെയ്യുമ്പോൾ ലൈവ് ഉണ്ടാക്കാം. 10% ചാർജ് ഉണ്ട്. ചാർജ് ഇല്ല. എന്റെ പിള്ളേർ എനിക്ക് വേണ്ടിയിട്ടാണ് ലൈവ് ആണെന്ന്. അപ്പൊ അവർക്ക് ചാർജെല്ലാം കയറ്റി വെക്കണ നിന്റെ ഒരു ഇതാണ്. എൻ്റെ ഒരു ഇതാ പിന്നെ എന്റേതാ മൊട്ട. പിന്നെ ഈ പവർ ബാങ്ക് കൊടുത്തിട്ട് പറഞ്ഞിട്ട് ലൈവ് ആണെങ്കിൽ ഞാൻ എന്റെ ക്യാമറ കാണുന്നല്ല. അനക്കെന്നെ കാണും എന്നെ തന്നെ കാണും. എനിക്ക് മുത്തമ്പത്താണ് അത്രക്ക് ഞാൻ ലുക്കായിട്ടുണ്ട്. അവിടെ ആളെ പീടിയ പോ മമ്മു. ആ പീടിയെന്താ ആള് കൊറേ സാധനം ഉണ്ട്. വീഡിയോ എടുത്തന്നല്ല നീ മേടിച്ചാ ബളി തരാം. മുട്ടിക്ക് വീഡിയോ എടുത്താൽ എനിക്ക് എന്തായിരുന്നു 2 ബളി അങ്ങ് വായിലിട്ട് മേടിച്ചോളാ. 90K. അടാ അതന്നെ പറഞ്ഞ മമ്മ എത്തേണ്ട കാലത്ത് എന്തായാലും ഹലോ എടാ ഞാനേ ഇവിടെ മമ്മൂന്റെ ലൈവ് നടക്കാം. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ ശരി. പറ. അല്ലടാ അത് പിന്നെ ഇതാക്കാം. മമ്മൂന്റെ ലൈവാ. എടാ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാടാ മൊത്തേ. മമ്മൂന്റെ ലൈവാടാ, എന്റെ ലൈവല്ല. ശരി പോവാന്നല്ലേ.
മമ്മനോണ്ട് മമ്മൂനെ വിളിച്ചില്ലേ മമ്മു? അതാ മമ്മൂടി ലെവല് മമ്മൂടി സെൽഫി എടുക്കാണ്ട് വേറെ സെൽഫി എടുക്കണം. അതെന്താ അത്? മമ്മൂനെ വേണ്ടാന്നാ പറഞ്ഞത്. മമ്മു ഞാൻ മമ്മൂനെ വേണ്ടെന്ന് ചോദിച്ചു. അന്ന് നിർബന്ധമില്ലാന്ന് പാവം മമ്മൂനെ ഫോട്ടോ എടുക്കാൻ വേണ്ടൂല. അയ്യേ മമ്മു ബാക്കിൽ വണ്ടി ഉണ്ടാവുന്ന എടാ ഡോർന്ന് നടക്കണം. ആരെ ഫോണല്ലോ നിന്റെ അല്ലേ? ഇതെന്താന്ന് ഇവര് ഇംഗ്ലീഷിലല്ലേ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറയുന്നേ. അല്ല ഇംഗ്ലീഷ് നമുക്ക് തിരിയും എന്നാലും കൂട്ടി പോയെന്ന് പിന്നെന്ത് ചെയ്യണ്ടേ പറ. എടാ മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം IR ലൈവ് ചെയ്യുന്ന ഇങ്ങനെയല്ല. ആദ്യം നമ്മളൊരു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം. ഒരു സ്പോട്ടിലേക്ക് പോയിട്ടാണ് ലൈവ് ചെയ്യേണ്ടത്. ആൾക്കാരും ഇതെല്ലാം ക്രൗഡ് ഇന്ററാക്ഷൻ ഉള്ള ഞാൻ ഇന്ന് ലൈവ് ഉണ്ടാവും പറഞ്ഞത്. അപ്പൊ ഇവരെ ഒരു ഇതാക്കുന്ന ഒരു ഇതായില്ലേ പൊട്ടനാ നീ ലൊക്കേഷൻ പറയുന്നത് പൊട്ട ബുദ്ധിയിലാണ് എനിക്ക് മരമുണ്ട്. അതന്നെ ഞാൻ പറഞ്ഞത്. നമ്മള് കൂട്ടത്തിലെല്ലാം പൊട്ടന്മാരാണ്. ഇതെല്ലാം വലിയൊരു പൊട്ട ഡ്രൈവർ സീറ്റിലും കയറി ഇരുന്നിട്ട് ഇതാണ് ഞാനുള്ള സത്യം പറയുന്നല്ലേ. നിന്റെ അത്ര പൊട്ടനല്ലേ തരാം നിനക്ക് തരാം നിനക്ക് ഏത് പാട്ടല്ല ഞാൻ പോയിട്ട് അത് കേൾക്കാം. ഇതിൽ വെക്കട്ടെ. ഇതിൽ വെച്ചാ നീ പറയുന്നൊന്നും കേൾക്കൂല. അതിന് പാട്ട് വെച്ചോട്ടെ. എടാ മമ്മു പറയൂ അനുസരിക്കുക. എന്തിനാണ് പിന്നെ ഞാൻ എന്റെ ലൈവിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യലുണ്ടോ? അത് ഞാൻ ചോദിക്കട്ടെ. ഇല്ല എന്നാ പിന്നെ എന്റെ ലൈവിലൊന്നും അനങ്ങാണ്ട് അവിടെ ഒതുക്കി കൂടി ഒന്ന് ബുദ്ധി കൊണ്ടുവരും. എത്ര ചാർജ് എത്ര ഉള്ളേ? ചാർജ് എത്ര? ചാർജ് 7 ഒരു 10-15 മിനിറ്റ് എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റും. പവർ ബാങ്ക് ഉണ്ട്. അതില് ചാർജ് ഇല്ല. ചാർജ് ചെയ്തില്ല. ചാർജ് പവർ ബാങ്ക് ചാർജ് പിന്നെ നിർത്താവുന്നല്ലേ? ഞാൻ അതാ പറയാം. ഞാൻ പറയുന്നത് നിന്നെ ഞാൻ നാളെ മറ്റന്നാളെ ഏറ്റവും നല്ലൊരു സ്പോട്ടിൽ നിന്നെ ഇറക്കി വിടാം. നീ അവിടെ പോയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ പോയിട്ട് ആൾക്കാർ കാണാനുള്ളത് എന്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥലത്താണ് പോയിട്ട് ലൈവ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ ചായ പിടിക്കാൻ പോകുന്ന അല്ല ലൈവ് ചെയ്യേണ്ടത്. മനസ്സിലാവും? അല്ല നീ കാര്യം PC ലൈവ് ചെയ്യും. എന്റെ PC ലൈവ് റിയാക്ഷൻ ചെയ്യും. ഡിസ്കൗണ്ട് റിയാക്ഷൻ, വീഡിയോ റിയാക്ഷൻ, അങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യും. ലെഫ്റ്റ് പിന്നെ നാളെ ഇതാക്കാന്നല്ലേ? ലെഫ്റ്റ് പോയത് നിങ്ങൾ പറഞ്ഞ എല്ലാ ദിവസം വേണം ലൈവ് വേണം. നിങ്ങൾ പറ. നേരെ പോയിട്ട് അതുവഴി കയറ്റി ഇറക്കിയ അതെ അങ്ങനെ കയറാൻ പറ്റുമോ? പറ്റും. വണ്ടിയിലല്ലോ എല്ലാ ദിവസം വരട്ടെ. ഞാൻ ഇപ്പൊ ഇങ്ങനെല്ലാം ചെയ്യാൻ നടക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ലൈവ്. ഓ റൈറ്റ് ഈ ഒരു മാസം അതാ മോനെ അത് ക്യാമറ കിട്ടിയതാ. കിട്ടിയ എന്താന്ന് കാണില്ല മോനെ. ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ലൈവ് വരണമെന്ന് പറയുന്നത്. എല്ലാ ദിവസം ലൈവ്. അപ്പൊ അതാ ഞാൻ അത്രക്കും ഇതായ നീ ഇപ്പൊ ഒരു ഒറ്റക്കാലിൽ നിക്കാൻ പഠിച്ചു. മനസ്സിലാ? ഇപ്പൊ നീ സ്വന്തമായിട്ട് ലൈവ് ചെയ്യുക. സ്വന്തമായിട്ട് പ്രൊമോഷൻസ്, പരിപാടികള്, ചെലപ്പോ സിനിമ കിട്ടും. ഇടക്ക് സിനിമ പോവാ. ക്ലാസ് തരല. അപ്പൊ എന്ത് ചെയ്യണ്ട? നിർത്താമെന്നല്ല. നിന്റെ ഇഷ്ടം. നിന്റെ ലൈവാ നിന്റെ ഇഷ്ടം. അപ്പൊ ഗൈസ് അടുത്ത ലൈവ് നാളെയോ മറ്റന്നാളോ ആയിട്ടുണ്ടാവും.
അപ്പൊ ഞാൻ പോയേന്നു. ഞാൻ പോയോ എടാ എങ്ങോട്ടാടാ? ലെഫ്റ്റ്. അപ്പൊ നോക്കെ. അപ്പൊ ഞാൻ എന്നാ പോയേന്നു.